അപ്പോൾ ഇന്ന് രാത്രി വന്നൊരു ഏകദേശം ഒരു 8-8 ആ ടൈമിൽ പോയൊരു സൈറ്റിലേക്ക് പോകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന്ന് സൗണ്ട് വരുന്നു. രാത്രി 3 മണിയായ സമയത്ത് വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇൻവെർട്ടറിന്റെ സോക്കറ്റ് ഊരിയ സമയത്ത് ഇൻവെർട്ടറിലെ സോക്കറ്റിൽ വരുന്ന പഴയ സോക്കറ്റാണ്. അതിൻ്റെ ഒരു സ്ക്രൂ ലൂസായിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ പൊയ്ക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാത്രി ആവുന്ന സമയത്ത് ചില സമയങ്ങളിൽ പകലും കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞ കസ്റ്റമർ. രാത്രി ആകുമ്പോൾ ഇതിന്റെ പവർ സപ്ലൈ, അതായത് ന്യൂട്രൽ അവിടെ കിട്ടുന്നുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പവർ കൊടുക്കണമല്ലോ. ഈ പവർ സപ്ലൈ അവിടെ കട്ടാവുകയാണ്. അപ്പോൾ കട്ടാവുന്ന സമയത്ത് ഇതേപോലെ ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിക്കുകയാണ്. ഇത് ഓണർ നമുക്ക് വാട്സപ്പിൽ അയച്ചെന്നാണ് കേട്ടോ. ആ സമയത്ത് വന്നൊരു സംഭവം കാണിച്ചെന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ പലർക്കും അറിയാൻ പറ്റും നമ്മൾ ഇൻവെർട്ടറിന്റെ വയർ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നിലവിൽ വീഡിയോ ചെയ്തതാണ്. സിംഗിൾ വയർ ആയിട്ട് കൊടുക്കരുത്. എപ്പോഴും ഫേസ് ന്യൂട്രൽ ചേർത്ത് ഔട്ടിനും ഇന്നിനും ഇടാൻ ശ്രമിക്കുക. ഇന്നിന് കമ്പനിക്കാർ ഇട്ടിട്ടുണ്ടാവും, എന്നാലും വെച്ചാൽ ഔട്ടിൽ ഒരു വയറായിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ ഒരു വലിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് എർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോഴും പല ആൾക്കാരെയും വിചാരം ഇൻവെർട്ടറിന് എർത്തിന്റെ ആവശ്യമില്ല, ഇൻവെർട്ടർ എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടിമിന്നൽ അടിക്കുമ്പോൾ ബോർഡ് അടിച്ചു പോകും. അങ്ങനെയൊന്നല്ല, ഇൻവെർട്ടറിൽ എപ്പോഴും മസ്റ്റായിട്ട് എർത്ത് കൊടുക്കുക. ഈ കസ്റ്റമറൊക്കെ ഈ ഇൻവെർട്ടറിന്റെ ബോഡി ടച്ച് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഓഫ് ചെയ്യാനൊക്കെ വരിക. അവിടെ ഒരു ലീക്കേജോ ഒരു ഷോർട്ടേജോ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ അവിടെ ട്രിപ്പിംഗ് സംഭവിക്കില്ല. ഇവിടെ RCD നമ്മൾ അമർത്തിയിട്ട് സോക്കറ്റ് ടെസ്റ്റിൽ സപ്ലൈ ട്രിപ്പ് ആവുന്നില്ല, അവിടെ എർത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു സിംഗിൾ വയർ കൊടുത്ത കാരണം കൊണ്ടാണ് ഫേസിലും ന്യൂട്രലും ഇപ്പോൾ ഇവിടെ സപ്ലൈ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ ഫേസിലും കാണിക്കുന്നുണ്ട്, ന്യൂട്രലും സപ്ലൈ കാണിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ നോക്കി നമ്മൾ കറക്റ്റായി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് സോക്കറ്റ് നിൽക്കുന്നുണ്ട്. ആ കംപ്ലൈൻറ്റ് അവിടെ സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയ എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.